പെട്ടെന്ന് എവിടെ പോവുക എന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ തൊട്ടടുത്ത് ചേപ്പാറ റോക്ക് ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. ഉടനെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. കുട്ടികളുണ്ടായിരുന്നു കേട്ടോ കൂടെ. ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. നമുക്കൊരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പാറയെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി മുകളിൽ ചെല്ലണം, എന്നാൽ മാത്രമേ അവിടെ നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നൊന്നര വ്യൂ ആണ്, അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കയറാനായിട്ട് ഇങ്ങനെ കൈവരിയെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് മുകളിൽ ചെല്ലാം. മുകളിൽ ചെന്നാൽ അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ താഴേന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ടാണ് കയറിയത് കേട്ടോ. കുറേ നടക്കാനൊക്കെ ഉണ്ട്, അപ്പം കുറേ ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളും ഉണ്ട് കൂടെ, അതുകൊണ്ട് ഒരു ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ടാണ് പോണത് വെള്ളത്തിൻ്റെ. അപ്പോൾ മുകളിൽ ചെന്നപ്പം തന്നെ അത്യാവശ്യം നമ്മൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കയറ്റമായിരുന്നു. എന്നാൽ അതിൻ്റെ മുകളിൽ ചെന്ന കാഴ്ച കണ്ടപ്പോഴേക്കും നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടതയും പ്രയാസമൊക്കെ പോയി കേട്ടോ. ആ മുകളിൽ ചെന്നിട്ട് താഴോട്ട് ഇങ്ങനെ കാണുമ്പോൾ ആ വ്യൂ ആണ് കേട്ടോ ഇത്. ഒരു രക്ഷയില്ല, അടിപൊളി. ഇങ്ങനെ കയറി ചെന്നപ്പോഴൊരു കാഴ്ച കണ്ടേ, അങ്ങ് ദൂരെ കുറേ ആടുകളൊക്കെ മേയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ വിശാലമായി പരന്ന് കിടക്കുന്ന കുറേ പാറക്കൂട്ടങ്ങളാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും കേട്ടോ. ആ അടിയിൽ നിന്ന് നമ്മൾ കയറി വന്ന ആ ക്ഷീണമൊക്കെ മുകളിൽ ചെല്ലുമ്പോൾ മാറും. കാരണം മുകളിൽ നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഓടുകയോ ചാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞങ്ങൾ ഇത് ഒരു 3ാമത്തെ തവണയാണ് ഞാൻ വന്നത്. ആദ്യം വന്നപ്പം ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം ഫാമിലീസാണ് കേട്ടോ. ഇങ്ങനെ പാറയുടെ ആ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഒരു കുഞ്ഞ് ചെറിയൊരു കുഴി. ആ കുഴിക്കകത്ത് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തവളകളാണ് കേട്ടോ മൊത്തം. മീനുണ്ടോ നോക്കിയിട്ട് മീനൊന്നും കണ്ടില്ല. അപ്പോൾ എത്ര തവളകളുണ്ടെന്ന് കൂടെ വന്ന അക്കു ഇങ്ങനെ എണ്ണുവാണ് കേട്ടോ. ഞങ്ങളുടെ ബ്രദറിൻ്റെ കുട്ടിയാണ് അക്കു എത്ര തവളകളുണ്ടെന്ന് എണ്ണുവാണ്. കുറേ ഉണ്ട്, 15 ഒക്കെ എണ്ണി അങ്ങനെ പോകുന്നതൊക്കെ കേട്ടു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് തവളകൾ. ഞങ്ങൾ ട്രിവാൻഡ്രം സെറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ നാടാണ് തൃശ്ശൂർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരനാണ് അക്കു. അതുകൊണ്ട് അക്കുവിന് ഈ സ്ഥലമൊക്കെ കാണാപ്പാടാണ്. അപ്പോൾ അവൻ ഓരോ മൂലയും മുക്കും എല്ലാം ഞങ്ങളെ കാണിക്കുമായിരുന്നു. ഇവിടെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ കസിൻസ് എല്ലാം ഇവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാറപ്പുറത്ത് അവർ കയറി നിൽക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം ആ പാറപ്പുറത്ത് കയറിയത് കേട്ടോ. അപ്പം ബാക്കിയുള്ള കുട്ടിക്കൂട്ടങ്ങളും കൂടെ കയറിയിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ കേട്ടോ. പിന്നെ അവിടുന്ന് തിരിച്ചിറങ്ങി പിന്നെ വേറൊരു ദിശയിലേക്ക് ഞങ്ങൾ നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറ്റിച്ചെടി പോലെ ചെടികളിങ്ങനെ ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നിരിക്കുകയാണ് പാറകളുടെ ഇടയിൽ. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അടുത്ത പ്രശ്നം വന്നു. കുട എടുത്തിട്ടില്ല. അപ്പം മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തൊട്ടടുത്ത് തന്നെയാണ് വീട്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആകെപ്പാട് ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും വ്യൂ, നല്ല അടിപൊളി വ്യൂ ഒക്കെ വിട്ടിട്ട് എങ്ങനെ പോകും എന്നോർത്തപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അതുകൊണ്ട് ആയിരിക്കുന്ന ഒരു ചേച്ചി കണ്ടോ. ആ ചേച്ചി ഒരു വാവനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മഴ പെയ്യുമോയെന്ന്. പിന്നെ അങ്ങ് ദൂരെ നോക്കിയപ്പോഴത്തേക്കും കറുത്ത ആ പാറയുടെ ആ കളറ് മാത്രമേ ഉള്ളൂ. ആകെപ്പാടെ ഇരുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മുനിയറ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. 3 എണ്ണം ഉണ്ട് ഇങ്ങനെ മതിലായിട്ട് ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇട്ടിരിക്കുകയാണ്. സ്കൂളിലൊക്കെ പഠിച്ച ഒരു സംഭവമായിരുന്നു ഈ മുനിയറ എന്ന് പറഞ്ഞത്. ഇങ്ങനെ സ്റ്റീൽ കമ്പിയുടെ ഒരു വേലി പോലെയൊക്കെ കെട്ടി അതിനകത്ത് ഇങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു മുനിയറ എന്ന് പറയുന്നൊരു സംഭവം. അപ്പം സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ മുനിയറ എന്ന് പറയുന്നത് എന്താണെന്ന്. പണ്ട് സന്യാസിമാരൊക്കെ ഇരുന്ന് തപസ് ചെയ്ത സ്ഥലമാണ് മുനിയറ എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ ശിലായുഗ സംസ്കാരത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ അത് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റും കൂടാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ക്ലാസ്സിൽ പണ്ടിങ്ങനെ മുനിയറ എന്ന് ഇങ്ങനെ പഠിപ്പിച്ച സമയത്ത് ഇങ്ങനൊരു സ്പോട്ട് കാണാൻ പറ്റുമെന്നൊന്നും ഓർത്തതല്ല. അപ്പം ഞങ്ങളിത് ഇങ്ങനെ കണ്ടു. അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ വീഡിയോ അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമോയെന്നൊന്നും അറിയില്ല. എന്നാലും കയറി നോക്കി. ഇനി അടുത്ത് പോയി ഒന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് അങ്ങനെ പോയി നോക്കിയത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ 3 എണ്ണം അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ 2ാമത്തേതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അതിങ്ങനെ ചുറ്റിക്കറങ്ങി അതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ചെന്ന് കഴിയുമ്പോൾ മുകളിലായിട്ടാണ് 2ാമത്തെ ആ ഒരു എന്നാണ് സംഭവം ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയ വഴിക്ക് ഇങ്ങനെ ഒരു സംഭവം ആ പാറയുടെ മുകളിൽ കൂടി ഇങ്ങനെ വെള്ളം ചാലായിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ആ പുല്ലിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. കുറച്ച് മുകളിലായിട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കാണാൻ അതുകൊണ്ട് ആ കാണുന്ന ആ വെള്ളക്കെട്ട് കണ്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ പോയി കാണാനായിട്ട് കേട്ടോ. പക്ഷെ അന്നൊക്കെ വന്നപ്പോഴേക്കും ഇത്ര അടുത്ത് പോയി കാണാൻ പറ്റിയിരുന്നില്ല. അവിടെ സുരക്ഷാ ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. ആരും അതിനുള്ളിലേക്ക്
അവിടെ കാണുന്ന ആ ചെറിയ പൂള് പോലെ കണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ, ഈ ഒരു റോക്ക് ഗാർഡൻ്റെ. അപ്പോൾ ആദ്യം അതിനകത്തോട്ട് അങ്ങനെ ആരെയും ഇറക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സുരക്ഷാ ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് ആൾക്കാർ അതിനകത്ത് ഇറങ്ങി കാലൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. ഏതായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും അടുത്ത് വന്നു. അതിന് മുന്നേ ഇതുണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിനകത്തും നിറച്ച് തവളകളാണ്. മീനുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ തവളകളെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ പുല്ലൊക്കെ പോണത് നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു പർപ്പിൾ കളറിൻ്റെ ഒരു പൂ പോലെ ഉള്ളതും നല്ല ഭംഗിയാണ്. പിന്നെ ഇങ്ങനെ ചാല് പോലെ ഇങ്ങനെ നിലറവ ആ ഒരു പൂള് പോലെ സംഭവം, അത് ചെറിയൊരു ഡാം പോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിലേക്കാണ് ഒഴുകുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പതുക്കെ ആ പൂളിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. എത്ര ചൂടുള്ള സമയമായാലും ഈ സംഭവം പറ്റാതെ ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കുട്ടികളതിൽ മീനെയൊക്കെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ മീനാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ അടുത്തോട്ട് ചെന്നത്. പക്ഷെ ഞാനങ്ങ് മീനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തുണ്ടായിരുന്ന കുറേ ആളുകളെല്ലാം മീനിന് തീറ്റയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൊത്തി എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല കേട്ടോ. ഏതായാലും ആഴം ഉണ്ടോയെന്നാണ് എൻ്റെ സംശയം മൊത്തം. അവിടെ നിന്ന് കയറി വന്നപ്പോഴാണ് ഇങ്ങനത്തെ പുല്ല് കണ്ടത് കേട്ടോ. ഇത് പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലാണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വിശദീകരിച്ച് തരുന്നത് കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ, പുൽത്തൈലത്തിൻ്റെ മണമുണ്ട്. അത് കൊണ്ടുപോകാനായിട്ട് പറിച്ചു. ആൾക്കത് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേയേറെ പറിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് ചെന്നിട്ട് തന്നെ നല്ല മണമുണ്ട് ആ പുല്ലിൻ്റെ അടുത്ത്. പിന്നെ ആ കാണുന്നത് കണ്ടോ, ആ മരത്തിൻ്റെ അവിടെ, അതാണ് നമ്മളിപ്പം കണ്ടേണ്ട ആ മുകളിലത്തെ പൂള് കേട്ടോ. പിന്നെ സന്ധ്യയായി തുടങ്ങിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുവാണ്. സത്യത്തിൽ ആദ്യം വന്ന ആ വഴിയിൽ നിന്നും കുറച്ചിങ്ങനെ ദൂരെ കുറേ ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നു. നേരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ താഴേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോഴേക്കും 6 മണിയായിരുന്നു, ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം കണ്ട കാഴ്ചക്കാട്ടിലും അടിപൊളി ഇപ്പം ഞങ്ങൾ ഈ നടന്നു പോകുന്ന ഭാഗത്തെ കാഴ്ചകളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം